പ്രിയമുള്ളവരെ, ചെമ്പെടുപ്പ് റാസ ചന്ദനപ്പള്ളി ജംഗ്ഷനിൽ ലഭിച്ച ഭക്തിനിർഭരമായ സ്വീകരണം ഏറ്റുവാങ്ങി ചെമ്പിൻമൂട്ടിലേക്ക് നീങ്ങുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വഴിത്താരയുടെ ഇരുവശങ്ങളിലും വിശ്വാസികളെ ഒതുക്കി നിർത്തിക്കൊണ്ട് ആഘോഷപൂർവ്വം അങ്ങോട്ട് പോയതിൻ്റെ ഇരട്ടിയിലധികം ഭക്തജനങ്ങളുമായി വിശ്വാസികളുമായി ചെമ്പെടുപ്പ് റാസ ചന്ദനപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഇപ്പോൾ ചെമ്പിൻമൂട്ടിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ വലിയ ചെമ്പുകളിൽ 2 ചെമ്പുകളിലായി ഈ നേർച്ച അരി കൊണ്ട് തയ്യാറാക്കിയ നേർച്ച ചോറ് ചെമ്പുകളിൽ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ആ ചെമ്പുകളാണ് ആഘോഷപൂർവം കുരിശടിയുടെ സമീപത്തേക്ക് കൊണ്ടുവന്ന് കൽക്കുരിശിന് പ്രദക്ഷിണം ചെയ്ത് കുതിരപ്പുരയിൽ ഇറക്കി വെക്കുന്നത്. ഇപ്പോൾ കൃത്യമായി ഈ റാസ നിൽക്കുന്നത് ദേവാലയത്തിൻ്റെ ഏറ്റവും അടുത്താണ്. ഈ ചന്ദനപ്പള്ളി വലിയ പള്ളിയുടെ തിരുമുറ്റത്തേക്ക് കയറുന്നതിനായി തയ്യാർ ചെയ്തിരിക്കുന്ന സ്ഥിരമായുള്ള ആ ചവിട്ട് പടികളുടെ തൊട്ട് വലതുഭാഗത്തേക്ക് ഇപ്പോൾ ഈ ചെമ്പെടുപ്പ് റാസ എത്തിച്ചേർന്നിരിക്കുകയാണ്. റാസ മുൻപോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ചെമ്പെടുപ്പ് ഇരിക്കുന്ന അല്ലെങ്കിൽ ചെമ്പിൻമൂട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ അധിക ദൂരമൊന്നും ഇനി ഇല്ല. ഏതാനും മീറ്ററുകൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ ഈ ചെമ്പെടുപ്പ് റാസ ചെമ്പിൻമൂട്ടിൽ എത്തിച്ചേരും. അവിടെ വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ അവിടെ ആയിരക്കണക്കിന് വിശ്വാസികൾ ആ ചെമ്പുകൾക്ക് സമീപത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിമനോഹരങ്ങളായ അലക്കിട്ട കുടകളും സ്വർണ്ണ വെള്ളി കുരിശുകളും ഒക്കെയായി, അതുപോലെ തന്നെ ഏറ്റവും ശരിയായ ചിട്ടയിലും ശരിയായ ധ്യാനത്തിലും ഈ ചടങ്ങ് പൂർണ്ണമാക്കണമെന്നുള്ള നിർദ്ദേശങ്ങളുമായി ആരാധ്യരായ വൈദിക ശ്രേഷ്ഠർ ഈ റാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. വലിയ വിശ്വാസികളുടെ തിരക്ക് ഇപ്പോൾ ആ ചെമ്പെടുപ്പ് റാസയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ റാസയിൽ പങ്കെടുക്കുന്നവരോടൊപ്പം തന്നെ വഴിത്താരയുടെ ഇരുവശങ്ങളിലുമായി വലിയ ജനാവലിയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള വാദ്യമേള ഘോഷങ്ങൾ ഈ റാസയുടെ മനോഹാരിത വർദ്ധിപ്പിച്ചുകൊണ്ട് ആ റാസയെ തുടർന്ന് ഈ ചെമ്പൻമൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കാണുകയാണ്. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് നടന്ന രംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്കായി ഞങ്ങൾ ക്ഷമിക്കണം, ഇത് ചിത്രീകരിച്ച രംഗങ്ങളല്ല. ദേവാലയത്തിന് തൊട്ട് സമീപത്ത് തന്നെ ഇപ്പോൾ ഈ ചെമ്പെടുപ്പ് റാസ എത്തിച്ചേർന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ദേവാലയ സന്നിധിയുടെ അടുത്ത് തന്നെ നടക്കുന്ന ദൃശ്യങ്ങളായതുകൊണ്ട് അത് അപ്പോൾ തന്നെ സംപ്രേഷണം ചെയ്യുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിധമായ സാങ്കേതിക ബുദ്ധിമുട്ടുകളുമില്ല. ഇപ്പോൾ തത്സമയമായി തന്നെ ഈ റാസയുടെ ദൃശ്യങ്ങൾ നാം കാണുന്നു. നമുക്ക് ചന്ദനപ്പള്ളി ജംഗ്ഷനിലേക്ക് റാസ പോയ ആ രംഗമാണ് നേരത്തെ ചിത്രീകരിച്ച് നിങ്ങൾക്കായി സമ്മാനിച്ചത്. ഇപ്പോൾ തത്സമയ ദൃശ്യമായി ഇപ്പോൾ ഈ സമയത്ത് എന്ന് പറയുമ്പോൾ 5:45 മണിക്ക് ഈ ചെമ്പെടുപ്പ് റാസ ഈ തിരുദേവാലയത്തിന് സമീപത്തു കൂടി ചെമ്പിൻമൂട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പൊയ്ക്കാലുകളിൽ 2 സഹോദരന്മാർ, ഏറെ വൈദഗ്ധ്യം വേണം, ഏറെ പാടവും വേണം ഇങ്ങനെ പൊയ്ക്കാലുകളിൽ ഇത്രയും ഉയരത്തിൽ നടന്ന് പോകാൻ. അത് സാധാരണ മറ്റ് സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ കാണുന്ന ഒരു ദൃശ്യമല്ല. ഒരുപക്ഷെ അതും ഇവിടെ ഒരു ചെറിയ ഉപദേശ സൂചകമായി എന്ന് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഈ ദേവാലയത്തിലെത്തി അവര് 2 സഹോദരന്മാര് തമിഴ്നാട്ടിൽ നിന്നും എത്തിയവരാണ്. അവർ പറയുന്നത് ഞങ്ങൾ പണം പിരിക്കാനോ ഈ കല മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനോ ഒന്നും വന്നതല്ല. ഞങ്ങളോട് അവർ നേരിട്ട് സംസാരിച്ചിരുന്നു. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ ചെമ്പെടുപ്പ് റാസയിൽ ഈ തരത്തിൽ ഞങ്ങളുടെ കലാപാഠവും അവതരിപ്പിച്ചുകൊണ്ട് പങ്കെടുത്തു കൊള്ളാമെന്നുള്ളത് ഏതോ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള അവരുടെ ഒരു നേർച്ചയായിരുന്നു. ആ കാര്യം സാധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ആ സഹോദരന്മാർ ഈ പൊയ്ക്കാലുകളുമായി ഈ റാസയിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടത്. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, എത്രയോ പേരാണ് അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നത്. രാവിലെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ സന്താന ഭാഗ്യം ഉണ്ടായതായും സമ്പൽ സമൃദ്ധി ഉണ്ടായതായും രോഗപീഠകൾ അകന്നതായും മക്കളുടെ വിവാഹ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടന്നതായും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലെ തട്ടും തടവും എല്ലാം മാറി സുന്ദരമായ വിദ്യാഭ്യാസ കാര്യങ്ങൾ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായും ഒക്കെയായി നാനാതരത്തിലുള്ള ജീവിത സുഖ ലബ്ധികളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ആയിരങ്ങളാണ്
ഇവിടെ ഞങ്ങൾ ACV പ്രവർത്തകരോട് പറഞ്ഞത് അതൊക്കെ ഈ തത്സമയ സംപ്രേഷണത്തിൽ ഓരോരുത്തരെ നിർത്തി അവരിൽ നിന്ന് തന്നെ കേൾപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഈ ചെമ്പെടുപ്പ് റാസ പോലെയുള്ള ഏറെ വൈശിഷ്ട്യമാർന്ന ചടങ്ങുകൾ നിർബന്ധമായും തത്സമയമായി തന്നെ നിങ്ങളിൽ എത്തിക്കണമെന്നുള്ള ആ വലിയൊരു അഭിലാഷത്തിന്റെ തിരക്ക് നിൽക്കുമ്പോൾ, സമയക്കുറവ് നിലനിൽക്കുമ്പോൾ അത്തരം അനുഭവ സാക്ഷ്യങ്ങളുടെ നേരിട്ടുള്ള സംപ്രേഷണം ഞങ്ങൾക്കിവിടെ സാധ്യമാകാതെ വരുന്നു. ഇപ്പോൾ നമ്മൾ ചെമ്പെടുപ്പ് റാസ ചെമ്പ്യൻ മൂട്ടിലേക്ക് ഏറെക്കുറെ അടുത്തുകൊണ്ട് ഇരിക്കുന്നു. ആരാധ്യരായ വൈദിക ശ്രേഷ്ഠർ ഈ ചടങ്ങിന് എല്ലാവിധമായ ഉറപ്പും എല്ലാവിധമായ ദൃഢതയും സമ്മാനിച്ചുകൊണ്ട് അനുഷ്ഠാനങ്ങൾക്ക് അണുവിട പോലും മാറ്റങ്ങൾ സംഭവിക്കാതെ കൃത്യമായി ഇതെല്ലാം അഭംഗുരം ആവർത്തിക്കപ്പെടണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ആരാധ്യരായ വൈദിക ശ്രേഷ്ഠർ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെമ്പ്യൻ മൂട്ടിലേക്ക് ചെമ്പെടുപ്പ് റാസ പള്ളി സന്നിധിയുടെ അരികിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യം നമ്മൾ ഇപ്പോൾ പ്രിയ സജ്ജനങ്ങളെ കാണുകയാണ്. ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ ഈ ചെമ്പെടുപ്പ് റാസയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി എത്തിച്ചു നൽകും. തത്സമയമായി കാണിക്കാവുന്ന ദൃശ്യങ്ങൾ തത്സമയമായി തന്നെ ഞങ്ങൾ കാണിക്കും. എന്നാൽ ക്യാമറ പോയിന്റിന്റെ അകലങ്ങളിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അപ്പോൾ തന്നെ നൽകുന്നതിന് സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഏതാനും നിമിഷങ്ങൾ നീളുന്ന ചില ദൃശ്യങ്ങൾ ഞങ്ങൾ ചിത്രീകരിച്ച് നിങ്ങൾക്കായി സമ്മാനിക്കുന്നത്. ഇനിയിപ്പോൾ ചെമ്പെടുപ്പ് റാസയുടെ ബാക്കി ദൃശ്യങ്ങൾ നമുക്ക് താമസം വിനാതനെ കാണാൻ സാധിക്കും. അതിമനോഹരങ്ങളായ ആധ്യാത്മിക നിർവൃതി സമ്മാനിക്കുന്ന തരത്തിലുള്ള അത്തരം ദൃശ്യങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ചന്ദനപ്പള്ളിയിൽ നിന്നും ACVക്ക് വേണ്ടി രാജേഷ് കെ പുതുമന. ഈശ്വരൻ കാത്തിരിക്കേ തിരയടങ്ങാൻ മടിക്കുന്ന മനസ്സേ തിരമാലമേ
ഇവിടെന്ന പല്ലവി ഇന്നും പാടുന്നു മർത്യർ നമ്മൾ. ഇടമില്ല ഇവിടെന്ന പല്ലവി ഇന്നും പാടുന്നു മർത്യർ നമ്മൾ. ഇടം തേടിയെത്തുന്ന യേശുവിനെ ഇടമില്ലെന്നോതി പരിത്യജിപ്പൂ. ഇടം തേടിയെത്തുന്ന യേശുവിനെ ഇടമില്ലെന്നോതി പരിത്യജിപ്പൂ. ഇടമില്ല ഇവിടെന്ന പല്ലവി ഇന്നും പാടുന്നു മർത്യർ നമ്മൾ. സന്ദേശമതു തന്നെയായിരുന്നു. ഭൂവിൽ ഇടമെല്ലാം ഉടയോനെന്നായിരുന്നു. ഇടമില്ല ഇവിടെന്ന പല്ലവി ഇന്നും പാടുന്നു മർത്യർ നമ്മൾ. ഇടം തേടിയലയുന്നു ജനകോടികൾ ഇന്നും. സാധാ നിൻ രൂപത്തിലുരുവായവർ. ഇടം തേടിയലയുന്നു ജനകോടികൾ ഇന്നും. സാധാ നിൻ രൂപത്തിലുരുവായവർ. അഭയാർത്ഥിയായി വന്നു വാതിലിൽ മുട്ടുന്നു. ഉൾക്കണ്ണു നീ ഇന്നു തുറപ്പിക്കണേ. എന്നിൽ ദാനത്തിൻ ഹസ്തം നീ നീട്ടിക്കണേ. അഭയാർത്ഥിയായി വന്നു വാതിലിൽ മുട്ടുന്നു. ഉൾക്കണ്ണു നീ ഇന്നു തുറപ്പിക്കണേ. എന്റെ ദാനത്തിൻ ഹസ്തം നീ നീട്ടിക്കണേ. ഇടമില്ല ഇവിടെന്ന പല്ലവി ഇന്നും പാടുന്നു മർത്യർ നമ്മൾ. ഇടം തേടിയെത്തുന്ന യേശുവിനെ ഇടമില്ലെന്നോതി പരിത്യജിപ്പൂ. ഇടം തേടിയെത്തുന്ന യേശുവിനെ ഇടമില്ലെന്നോതി പരിത്യജിപ്പൂ. ഇടമില്ല ഇവിടെന്ന പല്ലവി ഇന്നും പാടുന്നു മർത്യർ നമ്മൾ.
ഉറക്കത്തിലെന്നെ ആരിതെന്നത്ഭുതം കൂറിയ സാമുവേൽ ആത്മീയ ഗുരുവാം ഏലിയായോടാരാഞ്ഞു അങ്ങിനെ വിളിച്ചോ വന്നിതാ ഞാൻ അങ്ങിനെ വിളിച്ചോ വന്നിതാ ഞാൻ ആരോ വിളിക്കുന്നു ഉറക്കത്തിലെന്നെ ആരിതെന്നത്ഭുതം കൂറിയ സാമുവേൽ ആത്മീയ ഗുരുവാം ഏലിയായോടാരാഞ്ഞു അങ്ങിനെ വിളിച്ചോ വന്നിതാ ഞാൻ ണഞ്ഞു നിൻ കാതിൽ മൃദുവായി മന്ത്രിപ്പതീശന്റെ സ്വരമാണു കുഞ്ഞേ ആരാലണഞ്ഞു നിൻ കാതിൽ മൃദുവായി മന്ത്രിപ്പതീശന്റെ സ്വരമാണു കുഞ്ഞേ ആവർത്തിച്ചിടുകിൽ ഏകനിന്നും തരും അരുളുകി അടിയൻ കേൾപ്പു പ്രഭോ ആരോ വിളിക്കുന്നു ഉറക്കത്തിലെന്നെ ആരിതെന്നത്ഭുതം കൂറിയ സാമുവേൽ ആത്മീയ ഗുരുവാം ഏലിയായോടാരാഞ്ഞു അങ്ങിനെ വിളിച്ചോ വന്നിതാ ഞാൻ ഈശ്വരൻ എന്നും വരുന്നു കേൾക്കുവാൻ കാതോർക്കും മർത്യനെ തേടി ആരാധ്യനീശ്വരൻ എന്നും വരുന്നു കേൾക്കുവാൻ കാതോർക്കും മർത്യനെ തേടി വിളി പലർ വഴി പല മട്ടിൽ നമ്മിൽ ആപതിച്ചിടിലും കേൾപ്പിതോ നാം ആരോ വിളിക്കുന്നു ഉറക്കത്തിലെന്നെ ആരിതെന്നത്ഭുതം കൂറിയ സാമുവേൽ ആത്മീയ ഗുരുവാം ഏലിയായോടാരാഞ്ഞു അങ്ങിനെ വിളിച്ചോ വന്നിതാ ഞാൻ
വരദാനങ്ങൾ തരിക, ജ്വലിപ്പിക്കുകെന്നിൽ നിന്നഗ്നി, ഉണരട്ടെ എന്നാത്മശക്തി, ഉണരട്ടെ എന്നാത്മശക്തി. ചെമ്പെടുപ്പ് റാസ ചെമ്പൻമുട്ടിൽ നിന്നും തിരികെ എത്തിച്ചേരുകയാണ്. തിരുനാൾ ആഘോഷങ്ങളുടെ ആഹ്ലാദം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്ന സന്ദർഭമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ വിശ്വാസപൂർവ്വം സമർപ്പിച്ച നേർച്ച അരി കൊണ്ട് തയ്യാർ ചെയ്ത നേർച്ച ചോറ് പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ചെമ്പുകൾ മുളം തണ്ടുകളിൽ എടുത്തുകൊണ്ട് ആ ചെമ്പെടുപ്പ് എന്ന് പറയുന്ന അതിമനോഹരമായ ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ അതിമനോഹരമായി തന്നെ ആവർത്തിച്ചുകൊണ്ട് ചെമ്പെടുപ്പ് റാസ തിരികെ എത്തിച്ചേരുന്ന അതിമനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം തന്നെ ACVയിൽ കൂടി കാണുകയാണ്. www.asianetindia.com ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ ഈ ദൃശ്യം കാണുകയാണ്. ചെമ്പിൽ നിന്നും കൊണ്ടുവരുന്ന ആ ചെമ്പുകള് ഈ പള്ളിയിൽ നിന്നും കേവലം 100 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന കൽക്കുരിശിന് സമീപം എത്തിച്ചേരും. കൽക്കുരിശിനെ 3 പ്രദക്ഷിണം വെച്ച് ആ കുതിരപ്പുരയിൽ, ആ കൽക്കുരിശിന് തൊട്ട് പുറകിലുള്ള കുതിരപ്പുരയിലാണ് ഈ ചെമ്പുകൾ ഇറക്കി വെക്കുന്നത്. അതുവരെയും ആഹ്ലാദത്തിന്റെ ആയിരം വർണ്ണപ്പൂക്കൾ ഈ പ്രപഞ്ചത്തിനാകെയും വാരി വിതറിക്കൊണ്ട് വഴിത്താരോടെ ഇരുവശങ്ങളിലുമായി പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും ആനന്ദത്തിന്റെ ആത്മീയമായ ആനന്ദത്തിന്റെ പുത്തൻ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ആ ചെമ്പെടുപ്പ് റാസ ചെമ്പൻ മൂട്ടിൽ നിന്നും തിരികെ ആ കൽക്കുരിശിന് സമീപത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങൾ ACVയിൽ നമ്മൾ കാണുകയാണ്. പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ബാൻഡ് സെറ്റും അതിമനോഹരമായ വാദ്യഘോഷ പെരുമഴ സമ്മാനിച്ചുകൊണ്ട് മറ്റ് ചെണ്ടമേളവും അങ്ങനെയുള്ള മറ്റ് താളമേളങ്ങളുടെയും എല്ലാം അകമ്പടിയോടുകൂടി സ്വർണ്ണ കുരിശുകളും വെള്ളി കുരിശുകളും മുത്തുകുടകളുമെല്ലാം ചൂടിക്കൊണ്ട് ഏന്തിക്കൊണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ആ ചെമ്പെടുപ്പ് റാസ തിരികെ എത്തുന്ന ദൃശ്യം നമ്മൾ കാണുകയാണ്. ആ ഹോയ് ഹോയ് വിളികളോടെ, ആർപ്പ് വിളികളോടുകൂടി ആഹ്ലാദത്തിന്റെ ലക്ഷക്കണക്കിന് തിരമാലകൾ ആകാശ വീതിയോളം ഉയർത്തി വിട്ടുകൊണ്ട് ഒരുമയുടെയും സ്വരുമയുടെയും സാഹോദര്യത്തിന്റെയും ശരിയായ അധ്യായ പുസ്തകങ്ങൾ തുറന്നു വായിക്കുവാൻ സർവ്വജനങ്ങൾക്കും അവസരമൊരുക്കി കൊടുത്തുകൊണ്ട് ഇതാ ചെമ്പെടുപ്പ് റാസ ആ ചെമ്പിൻ മൂട്ടിൽ നിന്നും എത്തിച്ചേരുകയാണ്. ഇവിടെ നിന്നും പള്ളി സന്നിധിയിൽ നിന്നും ഏതാനും വാരെ അകലെ തയ്യാർ ചെയ്തിരിക്കുന്ന ആ ചെമ്പുകൾ, അതിൽ നേർച്ച ചോറ് പാകപ്പെടുത്താനായി ഒരുക്കിയിരുന്ന ആ അടുപ്പ് കല്ലുകൾക്ക് മുകളിൽ നിന്നും മുളം തണ്ടുകളിട്ട് ഉയർത്തിയ ആ ചെമ്പുകളുമായി ചെമ്പെടുപ്പ് റാസ ഇതാ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ആത്മീയ സദ്യ നമ്മൾ അറിയുകയാണ്. പ്രിയ സജ്ജനങ്ങളെ, വാദ്യമേളഘോഷ പെരുമഴ പെയ്തിറങ്ങുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോകും. എല്ലാവരും അത്ഭുതപരന്തരായി നിൽക്കും. ഇന്നലെ പെയ്ത് തിമിർത്തിയ മഴ എവിടെ? ഇന്നലെ കാർമേഘമാളികളാൽ മൂടപ്പെട്ട് കിടന്ന മാനമായി കിടന്നിരുന്ന ആ ആകാശ മേലാപ്പ് എവിടെ? അതെല്ലാം ഒരു സ്വപ്നം പോലെ മറഞ്ഞുപോയിരിക്കുന്നു. എത്ര മനോഹരമായ അന്തരീക്ഷം! കുളിർ കാറ്റ് വീശുകയാണ്. മന്ദമാരുതൻ ഇവിടെ ആകെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഈ ചെമ്പെടുപ്പ് റാസയ്ക്ക് എല്ലാവിധമായ അനുഗ്രഹവും നൽകിക്കൊണ്ടിരിക്കുന്നു. ആകാശവീതിയിൽ സൂര്യൻ ആവശ്യമായ പ്രകാശം ഈ റാസയ്ക്ക് വേണ്ടി ഇപ്പോഴും ഒരുക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചന്ദനഗന്ധം ആത്മീയതയുടെയും പ്രാർത്ഥനയുടെയും സമർപ്പണത്തിന്റെയും ഭക്തിയുടെയും ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഒക്കെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും ഐതിഹ്യ പെരുമയുടെയും ചരിത്ര സത്യങ്ങളുടെയും എല്ലാം ചന്ദനഗന്ധവുമായി നിൽക്കുന്ന ചന്ദന പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ, ഏറ്റവും സവിശേഷതയാർന്ന ചടങ്ങായ ചെമ്പെടുപ്പ് റാസ ഇതാ തത്സമയം തന്നെ ACVയിൽ കൂടി നമ്മൾ കാണുകയാണ്. പ്രിയ വിശ്വാസികളെ, മതസൗഹാർദ്ദത്തിന്റെ ശംഖനാദം ഇവിടെ മുഴങ്ങുകയാണ്. നാനാജാതി മതസ്ഥരായ ജനങ്ങൾ ഒരേ മനസ്സോടെ ഒരേ പ്രാർത്ഥനയോടെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിലൂടെ സർവ്വദുഃഖ ദുരിതങ്ങൾ മാറണമേ എന്ന ഒരു പ്രാർത്ഥനയോടെ ഈ ചെമ്പെടുപ്പ് റാസയിൽ പങ്കുകൊള്ളുമ്പോൾ എല്ലാവിധമായ ഐശ്വര്യവും ഞങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ചെമ്പെടുപ്പ് റാസ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെമ്പെടുപ്പ് റാസയുടെ മുൻഭാഗ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ചെമ്പെടുപ്പ് റാസ പള്ളി അങ്കണത്തിന് സമീപം എത്തിച്ചിരിക്കുകയാണ്. ചെമ്പ് എടുത്തുകൊണ്ട് ഹോയ് ഹോയ് വിളികളോടെ, ആർപ്പ് വിളികളോടുകൂടി വലിയൊരു സംഘം പിറകെ വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലായിടത്തും ആഹ്ലാദമാണ്. ഇത് ഭൗതികമായ സുഖഭോഗങ്ങളുടെ അമിതമായ ഉപഭോഗത്തോടെ വന്നുചേരുന്ന ഒരു ആനന്ദമല്ല, മറിച്ച് ആത്മീയമായ പ്രാർത്ഥനയിലൂടെ മനസ്സിലും ശരീരത്തിലും ലഭ്യമാകുന്ന അനുഭവജനീയമായ ആനന്ദ
ഉത്സാഹവുമാണ് നമ്മളിവിടെ കാണുന്നത്. സഹോദരിമാർ ഒരുക്കുന്ന ആ പഞ്ചാരി മേളം എത്രയോ നേരത്തെ ഏതാണ്ട് 2 മണിയോടുകൂടി ഈ സഹോദരിമാർ പഞ്ചാരി മേളം അവതരിപ്പിക്കുവാൻ തുടങ്ങിയതാണ്. അവർക്ക് യാതൊരുവിധമായ ക്ഷീണവുമില്ല, യാതൊരുവിധമായ തളർച്ചയുമില്ല. കാരണം ഇത് വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ തിരുനാമത്തെ വ്യത്യസ്ത പ്രാർത്ഥനയ്ക്കായി വാഴ്ത്തിക്കൊണ്ട് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്ന ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ ചെമ്പെടുപ്പിന്റെ മനോഹരമായ ദൃശ്യമാണ്. ചെമ്പെടുപ്പ് റാസയുടെ അതിമനോഹരമായ ദൃശ്യമാണ് നാം കാണുന്നത്. ചെണ്ടമേളം നിവർന്നു പെയ്യുകയാണ്. ആനന്ദത്തിന്റെ ഉച്ചസ്ഥായിയിലേക്ക് സർവ്വജനങ്ങളെയും എത്തിച്ചുകൊണ്ട് ചെണ്ടമേളം ഇവിടെ നിവർന്നു പെയ്യുകയാണ്. കൈകൊട്ടി പാട്ട് പാടിക്കൊണ്ട് വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ ആ വിശുദ്ധമായ നാമം പ്രകീർത്തിച്ചുകൊണ്ട് ആ വിശുദ്ധന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ തങ്ങൾക്ക് കരഗതമാകുന്ന സൗഭാഗ്യങ്ങളെ ഓർത്ത് സന്തോഷിച്ചുകൊണ്ട് ഈ ചെമ്പെടുപ്പ് റാസ എന്ന അതിമനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് ലഭ്യമാകുന്ന സുഖ സൗകര്യങ്ങളെ കുറിച്ച് ഏറെ നിറഞ്ഞ മനസ്സോടെ ഓർത്തുകൊണ്ട് ഇതാ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഈ വിശുദ്ധ റാസയിൽ പങ്കെടുക്കുന്നു. ദേവാലയത്തിനുള്ളിലെ ദൃശ്യം നമുക്കിപ്പോൾ ലഭിക്കുകയാണ്. ദേവാലയത്തിനുള്ളിൽ ഇപ്പോഴും പ്രാർത്ഥനയ്ക്കായി നേർച്ച പണം സമർപ്പിക്കുന്നതിനായി ആയിരക്കണക്കിന് വിശ്വാസികൾ കാത്ത് നിൽക്കുകയാണ്. ആ ചെമ്പെടുപ്പ് റാസ പള്ളിയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നു. റാസയുടെ മുൻഭാഗ ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇത്രയും സമയം കണ്ടത്. റാസയുടെ മധ്യഭാഗവും റാസയിൽ ചെമ്പെടുപ്പുമായി എല്ലാവരും ചേർന്നതുമായ ദൃശ്യങ്ങൾ നമുക്കായി ഇപ്പോൾ തന്നെ ലഭ്യമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ആത്മീയതയുടെ സദ്യ സർവ്വജനങ്ങൾക്കും സമ്മാനിച്ചുകൊണ്ട് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ സമർപ്പിച്ച നേർച്ച അരി നാം കാണുകയാണ്. ചെമ്പ് അടുപ്പിന്റെ ആ ചെമ്പ് എടുപ്പ് റാസയുടെ തുടക്കം കുറിക്കുന്ന ദൃശ്യം നാം കാണുന്നു. ഇതാ ഈ കാണുന്നതാണ് ആ ചെമ്പുകൾ. ആ ചെമ്പുകളിൽ ഏറ്റവും മനോഹരമായ ചെമ്പുകളെ ആത്മീയമായ തേജസ്സിന്റെ അടയാളങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ആ ചെമ്പെടുപ്പിൽ തയ്യാറാക്കിയിരിക്കുന്ന നേർച്ച വിളമ്പിനായി ഉപകരിക്കേണ്ട ആ നേർച്ച ചോറിനെ വെറ്റിലകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. മറ്റ് സാധാരണ ഇലകൾ കൊണ്ടൊന്നുമല്ല. ഭാരതീയമായ പാരമ്പര്യം അനുസരിച്ച് ഔഷധ ഗുണം കൊണ്ടും ആചാര പെരുമ കൊണ്ടും മുന്നിൽ നിൽക്കുന്ന വെറ്റില കൊണ്ടാണ് ആ ചെമ്പുകൾ ആ ചോറ് മൂടിയിരിക്കുന്നത്. ആ വെറ്റിലകൾക്ക് മുകളിലേക്ക് പുഷ്പങ്ങൾ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ആ ചെമ്പ് അടുപ്പുകളുടെ ആ ചെമ്പുകളുടെ കാതുകളിൽ കൂടി ഇത് നാം ആ പാചകത്തിന് മറ്റുമായി വെള്ളമെടുക്കുന്ന പാത്രങ്ങൾ വലിയ തോട്ടിൽ നിന്നുമാണ് ആദ്യത്തെ ഒരു കുടം വെള്ളം ചെമ്പിലേക്ക് ഒഴിക്കേണ്ടത് എന്ന് കാലാകാലങ്ങളായുള്ള വിശ്വാസമാണ്. ആ ചെമ്പിന്റെ ഏറ്റവും അടുത്ത ദൃശ്യം ഒരു അമ്മ നമുക്ക് കാണിച്ചു തരികയാണ്. ഇതിങ്ങനെയാണ് എടുക്കേണ്ടത്, ഇതിങ്ങനെയാണ് പൊക്കേണ്ടത് എന്നൊക്കെ നമ്മുടെ ACBയുടെ ക്യാമറാമാൻമാർക്ക് വേണ്ടി ആ അമ്മ അത് വ്യക്തമാക്കി കൊടുക്കുന്നു. വലിയ പച്ച മുളം തണ്ടുകൾ ആ ചെമ്പിന്റെ കാതുകൾക്കുള്ളിൽ കൂടി കത്തി ഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ തണ്ടുകളാണ് തോളിലേറ്റിക്കൊണ്ട് ഈ ചെമ്പുകളെ ഒത്തുചേരുമ്പോൾ അന്യാദൃശ്യമായ ഊർജ പ്രവാഹം ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. തുളസി ഇലയും മറ്റ് പുഷ്പങ്ങളും അത് ഇവിടെ സമർപ്പിക്കും. അപ്പോൾ ഇതിലൊക്കെ തന്നെ നാം കണ്ടില്ലേ, ഹൈന്ദവ ആചാരങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തുളസി ഇല എന്ന് പറയുന്നത്. തുളസിയുടെ പൂ ഒന്നിനും എടുക്കാറില്ല, തുളസി ഇലയാണ് പൂജാതി കർമ്മങ്ങൾക്കെല്ലാം എടുക്കുന്നത്. ആ തുളസി ഇലയും പുഷ്പങ്ങളും ഇതാ ഈ ഗീവർഗീസ് സഹോദരയുടെ തിരുനാളാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ചെമ്പ് പാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ നാം നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഹൈന്ദവ സംസ്കാരത്തിന്റെയും ബൗദ്ധ സംസ്കാരത്തിന്റെയും ക്രൈസ്തവ സംസ്കാരത്തിന്റെയും സമഞ്ജസമായ സമ്മേളന ഭൂമിയാണ് ചന്ദനപ്പള്ളി എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ചെമ്പുകൾ ഈ വലിയ മുളന്തണ്ടിൽ ഈ ചെമ്പുകളാണ് ഇപ്പോൾ ഈ ചെമ്പെടുപ്പ് റാസയുടെ ഭാഗമായി മുകളിലേക്ക് ഉയർത്തി ഈ റാസയോടൊപ്പം കൊണ്ടുവരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്, വിശ്വസിക്കുന്നത്. ധാരാളം പേർ കണ്ടില്ലേ, നാനാജാതി മതസ്ഥരായ നൂറുകണക്കിന് സഹോദരന്മാർ, ചെറുപ്പക്കാർ എത്രയോ പേർ ചന്ദനക്കുറി അണിഞ്ഞവരും അതുപോലെ തന്നെ ഇടത്തോട്ട് മുണ്ടുടുത്തവരും ഒക്കെയായി നാനാജാതി മതസ്ഥരായ സഹോദരങ്ങൾ ഒരേ മനസ്സോടുകൂടി ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലുള്ള സഹോദരങ്ങളൊക്കെ ഈ പുണ്യ ദിവസം ഇന്നലെയും ഇന്നുമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ആഹ്ലാദത്തിന്റെ പെരുമഴ ഇവിടെ പെയ്ത് ഇറങ്ങുകയാണ്. ഈ ചെമ്പുകൾ മുകളിലേക്ക് ഉയർത്തി ആരവത്തോടുകൂടി ഹോയ് ഹോയ് വിളികളോടുകൂടി ഈ ചെമ്പുകൾ മുകളിലേക്കൊന്ന് ഉയർത്തുവാനുള്ള അവസരം കാത്ത് എല്ലാവരും അങ്ങനെ തയ്യാറായി അതിന് ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ഒന്നുകൂടി ഒന്ന്
ചൂടാക്കി നിർത്തുന്ന ആ ദൃശ്യം നമ്മളിപ്പോൾ കാണുകയാണ്. ഇത് കാണുമ്പോൾ ഇതാ ആ ചെമ്പ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ആ ചെമ്പെടുപ്പ് എന്ന് പറയുന്ന അതിമനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചെമ്പുകൾ എടുത്തുകൊണ്ട് ഈ റാസയിൽ ഈ സഹോദരങ്ങൾ കടന്നു വരുമ്പോഴാണ് ഇതിനെ ചെമ്പെടുപ്പ് റാസ എന്ന് പറയുന്നത്. ഏറെ ഭാരമുള്ള ആ ചെമ്പിനെയും അതിലേറെ ഭാരത്തോടുകൂടി അതിൽ നിറച്ചിരിക്കുന്ന ചോറിനെയും അടക്കമുള്ള ആ വലിയ ഭാരത്തെ പൂവിനെ എടുക്കുന്നത് പോലെ. എന്തുകൊണ്ടാണ് പൂവിനെ എടുക്കുന്നത് പോലെ അത് സാധിക്കുന്നത്? തിന്മയുടെ വലിയ അടയാളമായ വ്യാളിയെ നിസാരമായി നിഗ്രഹിച്ച ഗീവർഗീസ് സഹദായുടെ തിരുനാമത്തിൽ നടക്കുന്ന ഒരു പെരുന്നാൾ ആഘോഷത്തിൽ ഇതൊരു ഭാരമാണോ? ഇത് ഒത്തൊരുമയുടെ ഒരു സന്തോഷമല്ലേ? ഇത് സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയല്ലേ? അങ്ങനെ വരുമ്പോൾ ഇതൊന്നും ഒരു ഭാരമല്ല. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ആ നേർച്ച ചെമ്പ് വലിയ മുളന്തണ്ടിൽ എടുത്തുകൊണ്ട് ഈ റാസയിലേക്ക് പങ്കുചേരുന്നതിനായി കൊണ്ടുവന്ന് വെച്ച ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ഈ ചെമ്പ് എടുത്ത ഈ സഹോദരങ്ങൾ ഈ ചെമ്പുമായി റാസയോട് ഒപ്പം ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. റാസയുടെ മുൻഭാഗ ദൃശ്യങ്ങളെ നമ്മൾ കണ്ടുള്ളൂ. ആ വെറ്റിലയും പുഷ്പവും തുളസിയിലയും ഒക്കെയായി ആചാര പെരുമയോടുകൂടി ആധ്യാത്മികമായ ഒരു അന്തരീക്ഷം മാത്രമേ ഇവിടെ സംജാതമാകാവൂ എന്നുള്ള ദൃഢ നിശ്ചയത്തോടുകൂടി ഈ സഹോദരങ്ങൾ ഈ ആഘോഷ ചടങ്ങിൽ നിറഞ്ഞ മനസ്സോടുകൂടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രിയ വിശ്വാസികളെ നമ്മളിപ്പോൾ ACBയിലൂടെ കാണുകയാണ്. ഇപ്പോൾ ആ പാകം ചെയ്ത അടുപ്പിന്റെ അടുത്ത് നിന്നും ആ നേർച്ച ചെമ്പ് എടുത്തു കൊണ്ടുവന്ന് റാസയുടെ പിൻഭാഗത്ത് റാസയോടൊപ്പം ചേരുന്നതിനായി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ആർപ്പ് വിളികളോടുകൂടി, ഓഹോയ് വിളികളോടുകൂടി, ഹോയ് ഹോയ് വിളികളോടുകൂടി, അത്തരം ശബ്ദങ്ങൾ ആർപ്പ് വിളിക്കുന്നതും ഹോയ് ഹോയ് എന്ന് വിളിക്കുന്നതുമെല്ലാം പ്രത്യേകമായ ഒരു ആരോഗ്യം ഉള്ളിൽ നിറയ്ക്കുന്നതിനുള്ള ചില മുന്നൊരുക്കങ്ങളാണ്. ആ ഒരു ആരോഗ്യ നിറവോടുകൂടി ഈ സഹോദരന്മാർ ആ നേർച്ച ചെമ്പുമായി ഈ ചെമ്പെടുപ്പ് റാസയിൽ അണിചേരാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്പെടുപ്പ് റാസയുടെ മുൻഭാഗ ദൃശ്യം ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിച്ചിരുന്നു. റാസ ചെമ്പുമായി കുരിശുമൂട്ടിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളും തീർച്ചയായും കുരിശടിയുടെ കൽക്കുരിശിന്റെ അടുത്തേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളും ആ കൽക്കുരിശിന് ഈ നിറ ചെമ്പുമായി 3 തവണ പ്രദക്ഷിണം വെക്കുന്നതും ഒടുവിൽ കുതിരപ്പുരയിൽ ആ ചെമ്പുകൾ ഇറക്കി വെക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങളാണ് ഇന്നത്തെ ഈ ആധ്യാത്മിക വിരുന്നിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുവരെയുള്ള ദൃശ്യങ്ങൾ ACBയിൽ കൂടി നിങ്ങൾക്ക് യാതൊരു വിധമായ തടസ്സവുമില്ലാതെ എത്തിച്ചു തരുവാൻ ഞങ്ങളുടെ സാങ്കേതിക പ്രവർത്തകർ അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ആ രംഗങ്ങളുടെ ചൂട് അല്പവും നഷ്ടപ്പെടാതെ, ആധ്യാത്മികമായ ചൈതന്യം ഒട്ടും ചോർന്നു പോകാതെ ആ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിൽ ഏർപ്പെട്ട് നിൽക്കുകയുമാണ്. സർവം സഹപോലും സഹിക്കിടുമാറുള്ള സർവസംഹാരക പ്രവണത പെരുകുമ്പോൾ സർവം സഹപോലും സഹിക്കിടുമാറുള്ള ചെമ്പെടുപ്പ് റാസ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നാം കാണുകയാണ്. ആരാധ്യായ വൈദിക ശ്രേഷ്ഠർ നേതൃത്വം നൽകിക്കൊണ്ട് ചെമ്പെടുപ്പ് റാസ തിരു ദേവാലയത്തിന് സമീപത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യം നാം കാണുന്നു. ഇപ്പോഴും ഈ റാസയുടെ മുൻഭാഗ ദൃശ്യമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ചെമ്പുകളുമായി സഹോദരന്മാർ പുറകെ തന്നെ വരുന്നുണ്ട്. അവിടെ അവർ ആ ചെമ്പിന് സമീപത്ത് ആ സഹോദരങ്ങൾ വട്ടം കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ മുൻപേ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു അവസരം വേണമെന്ന് പറഞ്ഞുകൊണ്ട്, ഈ തിരു ചെമ്പിലൊന്ന് സ്പർശിക്കുവാൻ എനിക്ക് അവസരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് സഹോദരന്മാർ, നല്ല ചുറുചുറുക്ക്, തടിയും തൻ്റെ ഇടവും മികവും തികവും ശേഷിയും ശേമുഷിയുമുള്ള നൂറുകണക്കിന് സഹോദരന്മാർ അവിടെ കാത്തു നിൽക്കുകയാണ്. ആ ദൃശ്യം നമ്മൾ കാണുകയാണ്. ആവേശ തിരയിളക്കം മാത്രം. ആധ്യാത്മികത സമ്മാനിക്കുന്ന, ഭക്തി സമ്മാനിക്കുന്ന, വിശ്വാസം സമ്മാനിക്കുന്ന, സമർപ്പണം സമ്മാനിക്കുന്ന, സാഹോദര്യം സമ്മാനിക്കുന്ന, സൗഹാർദ്ദം സമ്മാനിക്കുന്ന ആ ഒരു ഊർജ പ്രവാഹമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രയോ പേർ, ഹിന്ദു മതത്തിൽപ്പെട്ട എത്രയോ സഹോദരന്മാർ
വളരെ സജീവമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതല്ലേ വേണ്ടത്? ഓരോ ആരാധനാലയവും വ്യത്യസ്തങ്ങളായ ആരാധനാ സമ്പ്രദായങ്ങളെ മുറുകെ സ്വീകരിക്കുമ്പോഴും ഓരോ ക്ഷേത്രത്തിലെയും ഓരോ പള്ളിയിലെയും ചടങ്ങുകൾ ഒരു നാടിൻ്റെ മുഴുവൻ സംസ്കാരത്തിൻ്റെ അടയാളമായി മാറുന്നത് എത്ര സ്തുത്യർഹമായ സംഗതിയാണ്. എല്ലാവരും ഒന്നായി ചേരുന്ന ഈ ഒരു നിമിഷം ഇത് തന്നെയല്ലേ ഈശ്വരൻ ആഗ്രഹിക്കുന്നത്? ഇത് തന്നെയല്ലേ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നത്? മക്കളെല്ലാം, സന്താനങ്ങളെല്ലാം ഒരേ മനസ്സോടുകൂടി ആടുകയും പാടുകയും ഒരുമയോടുകൂടി ഒത്തുചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത് കാണാനല്ലേ ഈ എല്ലാ വിധമായ അനുഗ്രഹവും ചൊരിയുന്ന ദൈവം ആഗ്രഹിക്കുന്നത്? മനുഷ്യൻ മതിലുകൾ കെട്ടി മനുഷ്യനെ വേർതിരിച്ച് മതത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് കൊല്ലും കൊലയും എല്ലാം നടത്തുന്ന ഈ സമൂഹത്തിൽ ഈ ഐക്യത്തിന്റെ അടയാളമാണ് ഈ ചെമ്പെടുപ്പ് റാസ എന്ന് പറയുന്നത്. സാഹോദര്യത്തിന്റെ അടയാളമാണ്. വിശുദ്ധരായ, അല്ലെങ്കിൽ ക്ഷമിക്കണം, ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരുമൊക്കെ ആ നേർച്ച ചെമ്പിൽ, ആ ചെമ്പെടുപ്പിൽ പങ്കുചേരാൻ അദമ്യമായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു സത്യം. ആ ചെമ്പെടുപ്പ് റാസ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതാ ആ ചെമ്പ് എടുക്കുകയാണ്. ആർപ്പോ വിളികളോടുകൂടി ആ ചെമ്പുകൾ ഉയർത്തപ്പെടുകയാണ്. വെറ്റില എറിഞ്ഞും ആ പുഷ്പങ്ങൾ വാരി വിതറിയും തുളസി ഇലകൾ പൊഴിച്ചുമൊക്കെയായി ഭക്തജനങ്ങൾ, വിശ്വാസികൾ ആ ചടങ്ങിനെ അതിഭയങ്കരമായ അളവില്ലാത്ത ആധ്യാത്മിക അനുഭൂതി സമ്മാനിക്കുന്ന ചടങ്ങാക്കി മാറ്റിയിരിക്കുന്നു. അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ്. ബാൻഡ് മേളവും ക്ലാർനെറ്റും അതുപോലെ തന്നെ ശിങ്കാരി മേളവും പൊയ്ക്കാൽ പ്രകടനവും ഒക്കെയായി ഈ റാസ അതിൻ്റെ എല്ലാവിധമായ മനോഹാരിതയുമായി മുന്നോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് പ്രിയ വിശ്വാസികളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറഞ്ഞ പീഡാനുഭവങ്ങളിലും കർത്താവിനെ ഒരിക്കൽ പോലും തള്ളിപ്പറയാതെ വിശുദ്ധനായ കർത്താവിൻ്റെ, പരിശുദ്ധനായ കർത്താവിൻ്റെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ സർവ്വവിധമായ ഐശ്വര്യവും അനുഗ്രഹവുമാണ് ഈ പ്രപഞ്ചത്തിന്റെ ശാശ്വത സത്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ പരിശുദ്ധി തന്നിലേക്ക് ആവാഹിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ആ ചെമ്പെടുപ്പ് റാസ, കൽക്കുരിശിന്റെ അടുത്തേക്ക് ആ ചെമ്പെടുപ്പ് റാസയ്ക്ക് എത്തിച്ചേരാൻ ഇനി ഏതാനും വാരം മാത്രം നടന്നാൽ മതിയാവും, ഏതാനും നിമിഷങ്ങൾ മാത്രം കഴിഞ്ഞാൽ മതിയാവും. ആ ചെമ്പെടുപ്പ് റാസയുടെ മുൻഭാഗം പള്ളി അങ്കണത്തിന് സമീപം എത്തി നിൽക്കുകയാണ്. പുറകെ ചെമ്പും എടുത്തുകൊണ്ട് ആ യുവജനങ്ങളുടെ സംഘം കൂടി പരമാവധി അടുത്ത് എത്തിച്ചേർന്നതിന് ശേഷം മാത്രമേ ഈ റാസയിനെ മുൻപോട്ട് നീങ്ങുകയുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ചെമ്പെടുപ്പ് റാസ എല്ലാ അർത്ഥത്തിലും ഈ പ്രകൃതിക്കാകെയും പ്രപഞ്ചത്തിനാകെയും ആധ്യാത്മികതയുടെ സംതൃപ്തി സമ്മാനിച്ചുകൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രിയ ഭക്തജനങ്ങളെ നമ്മൾ കാണുകയാണ്. എല്ലാവരും വിശുദ്ധന്റെ മധ്യസ്ഥതയിലൂടെ തങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധമായ നന്മകളും എല്ലാവിധമായ നിറവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റാസയിൽ പങ്കെടുക്കുകയാണ്. ഭൗതികമായ നിരവധി ക്ലേശങ്ങൾ, ഭൗതികമായ നിരവധി ദുഃഖങ്ങൾ, ഭൗതികമായ നിരവധി പ്രയാസങ്ങൾ, ഭൗതികമായ നിരവധി തടസ്സങ്ങൾ വലിയ വലിയ വിലങ്ങ് തടികളായി ജീവിതത്തിന് മുൻപോട്ടുള്ള യാത്രയ്ക്ക് നടത്തുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം നീങ്ങിക്കിട്ടുവാൻ പരമകാരുണികനായ പരിശുദ്ധ കർത്താവിന്റെ സർവ്വവിധമായ അനുഗ്രഹവും തങ്ങളിലേക്ക് എത്തിച്ചേരാൻ വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സാധ്യമാകുമെന്ന് ഈ വിശ്വാസികൾ ഏവരും ദൃഢ നിശ്ചയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരേ മനസ്സോടുകൂടി നൃത്തം ചവിട്ടി താളം പിടിച്ച് വായ്ക്കുരവയിട്ട് ആർപ്പുവിളികളിട്ട് ആരവം മുഴക്കി ഈ എല്ലാ വിശ്വാസികളും, സഭാവിശ്വാസികളും മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ ദൈവവിശ്വാസികളും എല്ലാ സമുദായങ്ങളിലും പെട്ടവരും ഈ ചെമ്പെടുപ്പ് റാസയിൽ ഇങ്ങനെ പരിപൂർണമായി പങ്ക് എടുത്തുകൊണ്ട് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതയാത്രയിൽ പെട്ടുടലുന്നവർക്ക് മാർഗദർശിയും സ്വർഗീയ രാജാവിന്റെ സന്നിധിയിലേക്കുള്ള ആത്മീയ വാതിലുമാണ് ഗീവർഗീസ് പുണ്യവാളൻ. ആ പുണ്യവാളന്റെ പ്രാർത്ഥനയിലൂടെ എല്ലാവിധമായ രക്ഷയും ജീവിതത്തിൽ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങൾ പങ്കെടുക്കുന്ന ചെമ്പെടുപ്പ് റാസ കൽക്കുരിശിന് സമീപത്തേക്ക് പതുക്കെ പതുക്കെ എത്തി ചേർന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയ സജ്ജനങ്ങളെ. ആരാധകരുടെ സംഗമസ്ഥാനം അണയുന്നവർക്കെല്ലാം ഒറ്റ ലക്ഷ്യം,
ആരാധനയെന്ന ശ്രേഷ്ഠ ലക്ഷ്യം ആലയം ദേവാലയം തിരുനാൾ ബലി തിരുനാൾ ബലി തിരുവത്താഴത്തിൻ ഓർമ്മ ബലി തിരുനാൾ ബലി തിരുനാൾ ബലി തിരുവത്താഴത്തിൻ ഓർമ്മ ബലി അനുയാത്ര ചെയ്യും ശിഷ്യർക്കായി നാഥൻ അനുവദിച്ചേകിയൊരാത്മബലി അനുയാത്ര ചെയ്യും ശിഷ്യർക്കായി നാഥൻ അനുവദിച്ചേകിയൊരാത്മബലി തിരുനാൾ ബലി തിരുനാൾ ബലി തിരുവത്താഴത്തിൻ ഓർമ്മബലി വചസ്സുകൾ കേൾക്കാം ഉദ്ദീപ്തമാക്കിടാം ജീവിതത്തെ ഉജ്ജീവകങ്ങളാം വചസ്സുകൾ കേൾക്കാം ഉദ്ദീപ്തമാക്കിടാം ജീവിതത്തെ തെളിച്ചെടുക്കാം വീണ്ടും ആത്മശോഭകൾ കർമ്മപഥത്തിലേക്കിനിയും നമുക്ക് പോകാം തെളിച്ചെടുക്കാം വീണ്ടും ആത്മശോഭകൾ കർമ്മപഥത്തിലേക്കിനിയും നമുക്ക് പോകാം അനുഭവിക്കാം നമുക്കേശുവിൻ തിരുമൊഴി അനുസരിക്കാം നമുക്കവിടുത്തെ വാക്കുകൾ അനുഭവിക്കാം നമുക്കേശുവിൻ തിരുമൊഴി അനുസരിക്കാം നമുക്കവിടുത്തെ വാക്കുകൾ